പ്രൈസ് ദി ലോർഡ്. സൗളിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ പീഡനം നടക്കുക. വീടുകളിലൊക്കെ കയറി ജനത്തെ പിടിച്ചു ക്രൂരമായിട്ട് വലിച്ചിഴച്ച് പീഡിപ്പിക്കുക. സ്തെഫാനോസിനെ പിടിച്ചു. സൗൽ എന്ന ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ സ്തെഫാനോസിനെ പിടിച്ചു. സ്തെഫാനോസിനെ അവർ പിടിച്ചു കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റി ജനക്കൂട്ടം കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് മുട്ടയിൽ നിന്നു. കല്ലെറി മേടിക്കുക, ഒരു പരാതിയില്ല. ഏറുകൊള്ളുമ്പോൾ സ്തെഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. അത് വലിയൊരു പ്രാർത്ഥനയാണ്. ഇവരുടെ പാപം ഇവരോട് ക്ഷമിക്കുക മാത്രമല്ല, ഈ പാപം കർത്താവേ ഇവരുടെ മേൽ ആരോപിക്കരുത്. അങ്ങ് ആ പാപം മറന്നു കളയണം. അങ്ങ് നിരുപാധികം ക്ഷമിക്കണം. ഇവർക്ക് മാപ്പ് കൊടുക്കണം. എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഇവരോട് ക്ഷമിക്കണമെന്ന് സ്തെഫാനോസ് പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നടക്കുമ്പോൾ എന്താ സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെട്ടു. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദർശനം സ്തെഫാനോസ് കാണുകയാണ്. ഹല്ലേലൂയ. സ്തെഫാനോസ് കാണുകയാ, സ്വർഗം തുറക്കപ്പെട്ടു. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു എണീറ്റു നിൽക്കുകയാ. തൻ്റെ ദാസനിത ഭൂമിയിൽ ഏറുമേടിച്ച് തലപൊട്ടി ശരീരം കീറിമുറിഞ്ഞു, രക്തം വാർന്നൊഴുകി. അവിടെ വീഴുന്ന സ്തെഫാനോസിനെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് പിതാവും പുത്രനും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. യേശു എണീറ്റു നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ എത്തിവലിഞ്ഞു നോക്കുക. തൻ്റെ പ്രിയദാസനിത കല്ലേറുകൊണ്ട് പടഞ്ഞു മരിക്കുകയാ. നിശബ്ദമായിട്ട് സ്തെഫാനോസ് സഹിക്കുക മാത്രമല്ല ക്ഷമിച്ചു. അതിൻ്റെ അപ്പുറം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. അത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തുവിനെ സ്തെഫാനോസ് കാണുകയാണ്. ആര് ക്ഷമിക്കുവാൻ തയ്യാറുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നീ ക്ഷമിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗം കാതുകൾ ഓർക്കും. കർത്താവ് ചെവി വട്ടം പിടിക്കും. നീ പ്രാർത്ഥിക്കുന്ന കേൾക്കുവാൻ, നിനക്കുത്തരം നൽകുവാൻ കർത്താവ് റെഡിയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഉപവാസം എടുക്കുന്നു, ത്യാഗങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് എന്തേ ഉത്തരം കിട്ടാത്തത്? നിന്റെ മനസ്സിൽ നിന്ന് നീ മാറ്റി നിർത്തിയ വ്യക്തികളുണ്ട്. നീ വേദനിപ്പിച്ചവര്, പീഡിപ്പിച്ചവര്, അപമാനിച്ചവര്, നീ കുറ്റം വിധിച്ചവര്, അവരെ സ്നേഹിക്കുവാൻ, അവരെ ക്ഷമിക്കുവാൻ നീ എപ്പോൾ തീരുമാനമെടുക്കുന്നുവോ അപ്പോൾ മാത്രമേ സ്വർഗം തുറക്കപ്പെടത്തുള്ളൂ. നമ്മളെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളോടും ക്ഷമിക്കുവാൻ ഒന്ന് പൊറുക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവരെ മുഴുവൻ കർത്താവ് ഇന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് പോവുക. ക്ഷമിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ക്ഷമിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടും. ക്ഷമിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ക്ഷമിക്കുമ്പോൾ കൃപ കൊണ്ട് കർത്താവ് നിന്നെ നിറയ്ക്കും. ക്ഷമിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിന്റെ മേൽ കർത്താവ് ചൊരിയാനായിട്ട് പോവുക. കരമുയർത്തിയടിച്ച് കർത്താവിനെ നിന്ന് മഹത്വപ്പെടുത്താം. നന്നായിട്ടൊന്ന് സ്തുതിക്കാമോ? യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ക്ഷമിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ആത്മാവേ അഭിഷേകം ചെയ്യണമേ. ക്ഷമിക്കാനുള്ള മനസ്സ്, പൊറുക്കാനുള്ള മനസ്സ് നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ ക്ഷമിക്കാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ക്ഷമിക്കുവാൻ കൃപ തരണമേ. ഒച്ചത്തിരുന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ദൈവത്തിൻ്റെ ആത്മാവ് നിറയട്ടെ.
ക്ഷമിക്കാൻ ശക്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പഴയ നിയമ പുസ്തകത്തിൽ ഉൽപ്പത്തിയിൽ പൂർവ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. വായിക്കാത്തൊരു വായിക്കണം. ഉൽപ്പത്തി 40 മുതൽ 50 വരെ അധ്യായങ്ങൾ, 10 അധ്യായങ്ങൾ നിങ്ങളുടെ സമയം പോലെ ഒന്ന് വായിച്ചു നോക്കുക. ജോസഫ് ഏറ്റുവാങ്ങിയ സഹനങ്ങളും ജോസഫിൻ്റെ ജീവിതവും ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചതും ക്ഷമിച്ചതുമൊക്കെ നമ്മൾ അവിടെ കാണുകയാണ്. ജോസഫ് ഒരു സ്വപ്നം കണ്ട സ്വപ്നം അത് പുറത്തു പറഞ്ഞു. എല്ലാ സ്വപ്നങ്ങളും എല്ലാ ദൈവിക സന്ദേശങ്ങളും പുറത്തു പറയാനായിട്ട് പാടില്ല. ജോസഫ് കണ്ട സ്വപ്നം ജോസഫ് പുറത്തു പറഞ്ഞു. അത് ജോസഫിനെ ദൈവം വലിയവനാക്കുന്ന ഒരു ദൈവിക സന്ദേശമായിരുന്നു ആ സ്വപ്നം. അത് സഹോദരങ്ങൾക്ക് മനസ്സിലായി. ഈ സഹോദരങ്ങളുടെ ഉള്ളിൽ അസൂയയായി, വെറുപ്പായി, മനസ്സിൽ അവിടെ വിദ്വേഷം നിറഞ്ഞു. ഞങ്ങളുടെ ഈ സഹോദരൻ ഞങ്ങളെക്കാൾ വലിയവനാകാൻ പോകുന്നു. അവരെന്ത് ചെയ്തു? അവർ ഈ സഹോദരനെ പൊട്ടക്കിണറ്റിലിട്ടു. ഒരു സഹോദരൻ റൂബന് ചില ഹൃദയലിവ് തോന്നിട്ട് അവസാനം അവിടുന്ന് വലിച്ചു കയറ്റി 20 വെള്ളിക്കാശിന് വിറ്റു. അങ്ങനെ ഇസ്മായിലിയർക്ക് വിൽക്കപ്പെട്ട ജോസഫിൻ്റെ ജീവിതം അങ്ങനെ പോവുകയാണ്. സ്വന്തം സഹോദരങ്ങൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുക മാത്രമല്ല 20 വെള്ളിക്കാശിന് വിറ്റു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സഹോദരി, ജ്യേഷ്ഠൻ, അനിയൻ, ചേച്ചി, അനിയത്തി, ആങ്ങള, പെങ്ങള്, അവരെയൊക്കെ ഒന്ന് മനസ്സിലോർത്തേ. നമ്മുടെ സഹോദര ബന്ധങ്ങൾ ഒരുപക്ഷെ ചിലരെങ്കിലുമൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. രക്തബന്ധത്തിൽപ്പെട്ടവർ തന്നെ പരസ്പരം വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുക. സ്വന്തം സഹോദരിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നമാകാം, സ്വത്ത് തർക്കമാകാം, അല്ലെ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും കാരണമാകാം. എന്ത് കാരണമായിക്കൊള്ളട്ടെ, സ്വന്തം സഹോദരിയോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുകയാണ്, ജോസഫ് ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയി അവസാനം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറി. സഹിച്ച മനുഷ്യൻ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ്. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. വലിയ സമൃദ്ധിയിലേക്ക് ഈജിപ്ത് നയിക്കപ്പെടുകയാണ്. ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചു. പിന്നീട് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ ക്ഷാമം, 7 വർഷത്തോളം ക്ഷാമം വരാനൊക്കെ പോവുകയാണ്. അങ്ങനെ ക്ഷാമം എത്തിച്ചേർന്നപ്പോൾ ജോസഫിന്റെ സഹോദരങ്ങള് ഈജിപ്ത് ദേശത്തേക്ക് ധാന്യങ്ങൾ വാങ്ങാൻ വന്നു. ആദ്യം ധാന്യം വാങ്ങാൻ വന്നപ്പോൾ തന്നെ ജോസഫ് തൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു. ജോസഫിന് മനസ്സിലായി ഇത് തൻ്റെ സഹോദരങ്ങളാണെന്ന്. 2ാം പ്രാവശ്യം അവർ ധാന്യം വാങ്ങാനായിട്ട് വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വചനങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം ഇതാണ്. സഹോദരങ്ങൾ ധാന്യങ്ങളൊക്കെ മേടിക്കാൻ വന്നു. ജോസഫ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ? നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ, അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു. അവർ കുനിഞ്ഞ് അവനെ വണങ്ങി. ജോസഫ് ചോദിക്കുകയാ, നിങ്ങളുടെ പിതാവ് സുഖമായിട്ടിരിക്കുന്നുവോ? അടുത്ത വചനത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഇളയ സഹോദരൻ ബെഞ്ചമിനാണോ? ജോസഫിന് തൻ്റെ ഇളയ സഹോദരൻ ബെഞ്ചമിനെ മനസ്സിലായി. ഇളയ സഹോദരൻ ബെഞ്ചമിനാണോ? അതാ ചോദ്യം. അവർ പറഞ്ഞു, അതെ. അവർക്കൊന്നും പിടികിട്ടുന്നില്ല.
തൻ്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നു, ജോസഫിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല, ഹൃദയം തേങ്ങി. കരയാൻ ഒരിടം നോക്കിക്കൊണ്ട് ജോസഫ് തന്റെ കിടപ്പ് മുറിയിലേക്ക് പോയി വാവിട്ടു കരഞ്ഞു. ഉറക്ക കരയുക. തന്നെ 20 വെള്ളിക്കാശിന് വിറ്റ തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ സഹോദരങ്ങളായത്. തൻ്റെ ഇളയ സഹോദരൻ ബെഞ്ചമിന്, ജോസഫിന് സഹിക്കാൻ പറ്റില്ല. നോക്കുക, എന്തൊരു സ്നേഹം ഇത്. ഇതാ സ്നേഹം, ഇതാ സഹോദര സ്നേഹം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ സ്നേഹമുണ്ടോ? എത്രയോ ജ്യേഷ്ഠന് അനിയന്മാർ, ആങ്ങളപെങ്ങളന്മാരൊക്കെ വൈരാഗ്യത്തിലും വെറുപ്പിലും, ഒന്ന് ഫോൺ വിളിക്കുക പോലുമില്ല, മനസ്സിൽ വെറുപ്പ് വിദ്വേഷമൊക്കെ ആയിട്ട് കഴിയുന്നു. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ ക്ഷമിക്കുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഒരമ്മ പ്രസവിച്ച മക്കൾ തന്നെ പരസ്പരം പല തട്ടിൽ വൈരാഗ്യത്തിലും വെറുപ്പിലും കഴിയുക എത്ര സങ്കടകരമായ കാര്യമായത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ജ്യേഷ്ഠനെയും അനിയനെയും സഹോദരനെയും സഹോദരിയും ഒക്കെ മനസ്സിൽ നിന്ന് കണ്ടേ, അവരുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കണ്ടു നോക്കി. ഇന്നത്തെ സ്ഥിതി എന്താണ്? ജോസഫ് വാവിട്ടു കരഞ്ഞു. അത്രയ്ക്ക് സ്നേഹമാണ് ജോസഫിന് തൻ്റെ സഹോദരനോട്. തന്നെ വിറ്റ ഉപദ്രവിച്ച സഹോദരങ്ങൾ തന്നെയാണിത്. പാവൻ ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ജോസഫ് തന്നെ തൻ്റെ സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. തന്നെ നിങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റ, നിങ്ങൾ വേദനിപ്പിച്ച ഉപദ്രവിച്ച ജോസഫാണ് ഞാൻ. ഇതെല്ലാം ജോസഫ് അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. ഇത് പറഞ്ഞിട്ട് ജോസഫ് ഉറക്കെ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു കരച്ചിലിൻ്റെ മനുഷ്യൻ, കണ്ണുനീരിൻ്റെ മനുഷ്യൻ. സത്യം പറയാമല്ലോ, കരയാൻ പറ്റുന്നൊരു ഭാഗ്യമുണ്ടോ? കരയാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. വല്ലപ്പോഴും ഒക്കെ ഇരുന്ന് കർത്താവിൻ്റെ അടുക്കലൊക്കെ ഇരുന്ന് കരയുന്നത് നല്ലതാണ്. നമ്മൾ ചെയ്ത പാപങ്ങളോർത്ത് കരയണം. നമ്മൾ അനേകരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവരോടൊക്കെ മാപ്പ് ചോദിച്ച് കരയണം. നമ്മളെ വേദനിപ്പിച്ചവർക്ക് ക്ഷമ ചോദിച്ച് അനുഗ്രഹിക്കണം. അങ്ങനെയൊക്കെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് കരയുന്നത് ഒത്തിരി ഒത്തിരി നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു കൃപ തന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് കരയാൻ പറ്റുള്ളൂ. ആർക്കായാലും കർത്താവിൻ്റെ ആത്മാവ് ഒന്ന് സ്പർശിച്ചാൽ നിങ്ങൾ നന്നായിട്ട് കരയും കർത്താവിൻ്റെ അടുക്കൽ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. 45-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തില് നാം കാണുകയാണ്, ജോസഫ് 15-16 വചനങ്ങളിൽ ജോസഫ് തന്റെ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക. അവരുടെ തോളിലേക്ക് തലചായ്ച്ച് കെട്ടിപ്പിടിച്ച് കരയുക, ചുംബിക്കുന്നു, കരയുന്നു പാവൻ ജോസഫ്. 45:15 അവൻ തൻ്റെ സഹോദരന്മാരെല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. അപ്പോൾ അവർ അവനോട് സംസാരിച്ചു. നമുക്ക് ജോസഫിൻ്റെ ഹൃദയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനോട് നമുക്കിന്ന് പറയണം, കർത്താവേ, ആ ജോസഫിന് കൊടുത്ത ഹൃദയം എനിക്കിന്ന് തരണം. അങ്ങനെ ആഗ്രഹമുള്ളവരുന്ന് കരമെടുത്ത് കാണിക്കാവും. കർത്താവേ, ജോസഫിന് കൊടുത്ത ഹൃദയം എനിക്ക് തരണമെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് കരയാൻ പറ്റും. ഇനി കയ്യും താത്തിട്ടെ. നിങ്ങൾ ആരെങ്കിലും സ്വന്തം ചേട്ടനെയോ അനിയനെയോ നിങ്ങളുടെ ചേച്ചിയോ അനിയത്തിയോ ആരെങ്കിലും നിങ്ങൾ കെട്ടുപിടിച്ച് വാവിട്ട് കരഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടെന്ന് ക്ഷമിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ? കരയണം. ഇവിടെ കണ്ടോ, ജോസഫ് തൻ്റെ സഹോദരങ്ങളെയൊക്കെ കെട്ടുപിടിച്ച് ആ തോളിലേക്ക് കിടന്ന് പാവം കരയുക. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തില് നാം കാണുന്നു, ജോസഫിന്റെ പിതാവ് യാക്കോബ് മക്കളെയും കൊച്ചുമക്കളെല്ലാവരെയും അനുഗ്രഹിച്ചു. ജോസഫിനെയും മക്കളെയും എല്ലാവരെയും അനുഗ്രഹിച്ചു. മരിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് ജോസഫിന്റെ പിതാവായ യാക്കോബ് മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് എന്ത് ചെയ്തു? ആ മുഖത്തേക്ക് വീണ് കിടന്നിട്ട് വാവിട്ട് കരയുക. ഉൽപ്പത്തി 50:1. ആ മുഖത്തേക്ക് വീണ് കിടന്ന് ജോസഫ് വാവിട്ടു കരഞ്ഞു, സങ്കടപ്പെട്ട് കരയുക. ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് കമിഴ്ന്നു വീണു കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ. ഞാൻ മറന്നു പോകാത്ത ഒരു കാഴ്ച, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ് സംഭവം. ഒരു ശവസംസ്കാര ചടങ്ങിന് ഞാൻ ചെന്നതാണ്.
പ്രായമായ അപ്പച്ചൻ്റെ ഒരു 80 വയസ്സിന് പ്രായമുണ്ട്. നല്ല ഹൈറ്റാണ്, വണ്ണം വളരെ കുറവാണ്. ഈ അപ്പച്ചൻ്റെ ഭാര്യ, നല്ല മക്കൾ. അമ്മച്ചി മരിച്ചു. അപ്പച്ചന് 80 വയസ്സുണ്ട്. അമ്മച്ചിക്ക് ഒരു 10-70 വയസ്സിന് കാണും. അമ്മച്ചി രോഗിയായിട്ടൊക്കെ കിടന്നു. അമ്മച്ചി മരിച്ചു. ശവസംസ്കാരമാണ്. ആ വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചുള്ള ആ ഒരു ചുംബനമൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് മൃതശരീരം കൊണ്ടുവന്നു. പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞു. എന്നിട്ട് അവസാന ചുംബനത്തിനായിട്ട് കല്ലറയുടെ സമീപത്ത് ഇങ്ങനെ സ്റ്റാൻഡുണ്ട്, അതിൽ ബോഡി വെച്ചിരിക്കുക പെട്ടിക്കകത്ത്. 3-4 പേര് കൂടി അപ്പച്ചനെ ഇങ്ങനെ തോളിലിങ്ങനെ കൈയിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പച്ചൻ ഈ പെട്ടിയുടെ സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിങ്ങനെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം ശരീരത്തിനൊക്കെ ആരോഗ്യം പോരാ, നല്ല ക്ഷീണിതനാണ്. സങ്കടം ഒരു വശത്ത്, ഭാര്യ വർഷങ്ങളോളം ഒന്നിച്ച് വെച്ചാൽ ഭാര്യയുടെ മരണം താങ്ങാൻ പറ്റുന്നില്ല, ശാരീരപ്രയാസവും വിഷമോട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഈ അപ്പച്ചനിങ്ങനെ നിൽക്കുക. വൈദികൻ എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞു. തൊട്ടടുത്തു നിന്ന് ആരോ ഒരാൾ ആ മുഖത്തേക്ക് ഒരു വെള്ള തുവാലിട്ടു, വെള്ള ഒരു തുണി കഷ്ണം. ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഈ അപ്പച്ചൻ തന്നെ വിറയ്ക്കുന്ന കൈയുണ്ട് ഈ തുവാല ഇങ്ങനെ എടുത്തു, വിറയ്ക്കുന്ന കൈയൊക്കെ എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് തൻ്റെ വിറയ്ക്കുന്ന 2 കൈ കൊണ്ട് ആ കവിളിലേക്ക്, ആ 2 കവിളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ മുഖത്തേക്ക് വീണ് കിടന്ന് ഈ മനുഷ്യൻ വാവിട്ട് കരയുക. തൻ്റെ ജീവിത പങ്കാളിക്ക് അവസാനത്തെ സ്നേഹത്തിന്റെ ചുംബനം കൊടുക്കുകയാ. തണുത്തു മരവിച്ച മുഖത്തേക്ക് വീണ് കിടന്ന് ആ മനുഷ്യൻ കരയുക. ആ കണ്ണുകളിലൂടെ കണ്ണുനീര് അണപൊട്ടിയതുപോലെ ഒഴുകുക. മക്കളും കൊച്ചുമക്കളൊക്കെ കരയുന്നുണ്ട്. ആരാണ്ടൊക്കെ ചേർന്ന് അപ്പച്ചനെ പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പച്ചൻ വിടുന്നില്ല. സാവധാനം പിടിയൊക്കെ വിടിവിച്ച് ഈ അപ്പച്ചനെ ഇവര് പതുക്കെ അവിടെ നിന്ന് മാറ്റി. വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ച ജീവിതപങ്കാളി, ദുഃഖത്തിലും സന്തോഷത്തിലും കഷ്ടപ്പാടിലും എല്ലാം ഒന്നിച്ച് ജീവിച്ചു. 4-5 മക്കളുണ്ട്. മക്കളെയൊക്കെ വളർത്തി. മക്കളൊക്കെ നല്ല നിലയിലാണ്. ശവസംസ്കാര ചടങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മകനൊരു ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറാണ്. ഞാൻ ആ മകനുമായിട്ട് സംസാരിച്ചു. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ചോദിച്ചു. എന്നെ പറഞ്ഞു, എന്നോട് ബ്രദറെ, ചാച്ചനും അമ്മയും ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയും ഒരിക്കൽ പോലും ഒന്ന് വഴക്കുണ്ടാക്കുന്നത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ വായിന്ന് ഒരു ദേഷ്യപ്പെട്ട വാക്ക്, ഒരു ചീത്ത വാക്ക് അമ്മയെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഭയങ്കര സ്നേഹമായിരുന്നു ചാച്ചനും അമ്മച്ചി. എന്നിട്ട് പറയുകയാണ്, ചാച്ചൻ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി ഇങ്ങനെ നോക്കിയിരിക്കും. ഇച്ചിരി താമസിച്ചു കഴിഞ്ഞാൽ മക്കളോട് പറയും, എടാ ചാച്ചനെ കണ്ടില്ല, അപ്പച്ചനെ കണ്ടില്ലോ, എന്നാ പറ്റുമോ? ആ ഒരു ചിന്തയും ആകുലതയാണ്. ഭയങ്കര സ്നേഹമായിരുന്നാണ് ഈ മകൻ പങ്കുവെച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ സംസാരിച്ചപ്പോൾ അവർക്ക് അപ്പനെ അമ്മയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും അവർക്ക് പറയാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷമിക്കണം, മാപ്പ് കൊടുക്കണം. വിവാഹം കഴിച്ച അനേക വ്യക്തികൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ഒരുപക്ഷെ ഒത്തിരിയേറെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ക്ഷമിക്കാമെന്നേ. കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കി, ആ കുരിശിലേക്ക് നോക്കി ജീവിത പങ്കാളിക്ക് നിരുപാധികം ഒന്ന് ക്ഷമ കൊടുക്കാം. കർത്താവ് നിങ്ങളെ ഒന്നിപ്പിച്ചതല്ലേ സ്നേഹിക്കാൻ വേണ്ടി കർത്താവ് നിങ്ങളെ കൂട്ടിച്ചേർത്തതാ. യേശുവാ നിങ്ങളെ ഒന്നിപ്പിച്ചത്. ക്ഷമിക്കാം. അകന്നുപോയ മനസ്സുകൾ ഒന്നായിട്ട് മാറണം. അകന്നുപോയ ഹൃദയങ്ങൾ ഒന്നായിട്ട് മാറണം. സ്നേഹത്തിൻ്റെ വലിയ ഒരു ഒഴുക്ക് ഭാര്യാഭർത്താക്കന്മാരുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവട്ടെ. എല്ലാം ഒന്ന് ക്ഷമിച്ച് ഒറ്റ ഹൃദയമാകാൻ, ഒറ്റ മനസ്സാകാൻ നിങ്ങൾക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഭർത്താവിലൂടെയൊക്കെ ഒത്തിരി വിഷമം കിട്ടിയ ചേച്ചിമാരൊക്കെ ഇവിടെ കാണും. ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ആ മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും തൻ്റെ പങ്കാളിയല്ലേ, കർത്താവ് തന്നല്ലേ, പോട്ട് ഒന്ന് ക്ഷമിക്കാൻ തീരുമാനിച്ചേ. ഉടൻ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. നിങ്ങൾ പലരും പറയുന്നു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, അല്ലെ കഴിവില്ല, പ്രശ്നങ്ങളാണ്, അല്ലെ കുഞ്ഞുങ്ങൾ തല്ലിപ്പൊളിയിലായിട്ട് മറന്നു, കുഴപ്പക്കാരായിട്ട് മറന്നു. കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മുടെ കുഴപ്പമാണ്, മാതാപിതാക്കന്മാരുടെ കുഴപ്പമാണ്.
അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കുഴപ്പക്കാരായത്. കാരണം നമ്മുടെ ഹൃദയം, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഒറ്റ ഹൃദയം, ഒറ്റ മനസ്സ്. നിങ്ങൾ ഒറ്റ മനസ്സോടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ പല കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സ് ഒന്നല്ല, ഭിന്നതയിലാണ്, വെറുപ്പിലാണ്, വൈരാഗ്യത്തിലാണ്. ചിലരൊക്കെ ജീവിതം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നതെന്നുള്ളതേ ഉള്ളൂ. പറ്റിപ്പോയി കർത്താവേ, മരണം വരെ ഇതൊന്ന് കൊണ്ട് എത്തിച്ചാൽ മതി കുരിശ്. ശരിക്കും പലരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരു യാഥാർത്ഥ്യം അത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ജീവിത പങ്കാളിയോട് നിരുപാധികം ക്ഷമിക്കുവാൻ തീരുമാനമെടുക്കണം. കർത്താവ് തന്ന ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയെ നിങ്ങൾ സ്നേഹിക്കണം, മാപ്പ് കൊടുക്കണം, നന്നായിട്ട് സ്നേഹിക്കണം. രണ്ടുപേരെ ദൈവം ഒന്നിപ്പിച്ചതിനാ, സ്നേഹിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.